പ്രകടനത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. പ്രകടനത്തിൽ വൈകാരികമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. നമസ്കാരം. വാകീറിയ ദൈവം ഇരയും കൊടുക്കുമെന്ന് വരരുചി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കടവാ നിറയെ തെറിയും ഈ വിപ്ലവകാരികൾക്ക് കൊടുക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതിനെതിരെ വൈകാരികമായി പ്രതികരിച്ചതാണത്രേ. കൊടുങ്ങല്ലൂർ ഭരണിക്ക് കാവ് തീണ്ടാനാണോ ചിന്തയെ അണികളെയും കൂട്ടിപ്പോയത്, അതോ പ്രതിഷേധിക്കാനാണോ? എങ്കിൽ വാളും ചിലമ്പും കൂടി കരുതാമായിരുന്നല്ലോ. ഞങ്ങൾ ഭയങ്കര പുരോഗമന പ്രസ്ഥാനമാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചും DYFI എല്ലാം സംബന്ധിച്ചും പുരോഗമന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നമുക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. തന്തയില്ലാത്ത നേരത്ത് തള്ള അവിഹിതം നടത്തിയെന്ന് പറയുന്നതാണോ ചിന്തയെ നിങ്ങളുടെ പുരോഗമനം? ഹോ, ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്താണെന്നറിയാമോ? ഞങ്ങൾ സ്ത്രീകൾക്ക് ഒപ്പമാ. പുരോഗമനം വളർന്ന് തെരുവിലിറങ്ങി തന്തയ്ക്ക് വിളിക്കുന്നവരുടെ പൊളിറ്റിക്സ് ഭയങ്കരം തന്നെ. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന പത്മനാഭനുണ്ടായ ദൈവത്തിൻ്റെ വരദാനങ്ങളാണല്ലോ SFIക്കാരും DYFIക്കാരുമൊക്കെ. മറ്റുള്ളവരൊക്കെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഉണ്ടായവരാണ്. ഇത്ര സ്ത്രീവിരുദ്ധമായൊരു മുദ്രാവാക്യം ഈ വന്ന കാലത്ത് വിവരവും ബോധവുമുള്ള യുവാക്കൾ തെരുവിലിറങ്ങി വിളിക്കുമോ? തിരിച്ചും മറുപക്ഷം ഈ മുദ്രാവാക്യം വിളിച്ചാൽ എന്ത് പുരോഗമനത്തിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം DYFIക്കാർക്ക്. താനൊരു സ്ത്രീയാണെന്നും തനിക്കുള്ളതുപോലെ ഒരമ്മ എല്ലാവർക്കും ഉണ്ടെന്നുമുള്ള തിരിച്ചറിവില്ലാത്ത നിങ്ങളുടെ തലയിൽ ചിന്തയല്ല ചിതൽപുറ്റാണ്. സംസ്കാരവും വകതിരിവും പഠിക്കുന്നത് പാർട്ടിയിൽ നിന്നുമാകരുത്, വീട്ടിൽ നിന്നാകണം. പൊതിച്ചോറും പോക്രിത്തരവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന DYFIക്കാർ ഈ പുരോഗമന മുദ്രാവാക്യം സ്വന്തം വീട്ടിൽ ചെന്ന് വിളിച്ചു കൊടുക്കണം, ചിന്തയും വിളിച്ചു കൊടുക്കണം. അതിനുള്ള ധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിതൃത്വത്തിന് മാർക്കിടാൻ ഇങ്ങനെ ഇറങ്ങില്ല. ചിന്താ ജെറോം ചൈനയെ ചങ്കായും ക്യൂബയെ കൂമ്പായും കണ്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. ക്യൂബയിലെ തെരുവുകളിലോ ചൈനയുടെ ചത്തുരങ്ങളിലോ എന്തിനേറെ വെനസ്വേലയിലോ ചിന്താ ജെറോം ഇങ്ങനെ തരം താണ ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? സംസ്കാരം ഇങ്ങനെ പൂത്തു തളർത്ത് കിടക്കുന്ന കേരളത്തിൽ നിന്നാണ് ഈ പ്രാകൃത മുദ്രാവാക്യം നിങ്ങൾ ഏറ്റുവിളിച്ച് മുമ്പേ നടന്നത് എന്നോർക്കണം. കുതിച്ചോറ് കൊടുത്തിട്ട് കാര്യമില്ല ഡോക്ടർ ചിന്തേ. സംസ്കാരം എന്നത് എവിടെയെങ്കിലും നിന്ന് ദേശാഭിമാനിയിൽ പൊതിഞ്ഞു കിട്ടുന്ന സാധനമല്ല. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആളാണ് പോലും. അമ്മമാരെപ്പറ്റി തെമ്മാടിത്തരം പറഞ്ഞ് പ്രകടനം നടത്തിയിട്ട് പറയുകയാണ് ഞാൻ പൊക്കിപ്പിടിച്ച സ്ത്രീപക്ഷത്തിൻ്റെ മുഴുപ്പ്. സ്ത്രീപക്ഷം എന്നാൽ ഇടതുപക്ഷം മാത്രമല്ല. വന്ധ്യവയോധികനായ VS അച്യുതാനന്ദനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു വിപ്ലവ വയോധികനെ തെറി പറയാൻ പഠിപ്പിച്ചു വിട്ട നിങ്ങളുടെയൊക്കെ മുഴുത്ത നേതാക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ വേണം പറയാൻ. ഇത്തരം മ്ലേച്ഛമായ ഭാഷയുടെ നിഘണ്ടുവുമായി നടക്കുന്ന ഈ സ്ത്രീയെയാണ് ജനത്തിൻ്റെ നികുതി കാശുകൊണ്ട് സർക്കാർ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയാക്കിയതെന്ന് ഓർക്കണം. ക്യാമറയും മൊബൈൽ ഫോണും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ DYFIക്കാരുടെ വിപ്ലവ സാഹിത്യം മനുഷ്യരെല്ലാം കേട്ടത്. വീണ ജോർജിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച KSUക്കാരെ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ കുറ്റക്കാരാണെങ്കിൽ വധശിക്ഷ വിധിക്കട്ടെ. അവിടെ നടന്നതെല്ലാം പൊറാട്ട് നാടകവും കള്ളത്തരങ്ങളുമാണെന്ന് അറിഞ്ഞിട്ടും മന്ത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ നടക്കുന്ന സകല മന്ത്രിമാരും നേതാക്കളും സൈബർ സംഘങ്ങളും എത്ര അശ്ലീല കാഴ്ചയായി മാറി. ഇവരാണ് നാട് മുഴുവൻ നടന്ന സതീശൻ്റെ നുണകൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്. KSUവിലൂടെ വളർന്നു വന്ന എത്രയോ നേതാക്കൾ ഇവിടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്പീക്കറുമൊക്കെയായി പ്രവർത്തിച്ചു. പ്രായമുള്ളവരെ തല്ലി വീഴ്ത്തിയിട്ടും അധ്യാപകരുടെ കസേര കത്തിച്ചിട്ടും കുഴിമാടം തീർത്തിട്ടും ആരെങ്കിലും അവരെ ഇത്ര മ്ലേച്ഛമായ മുദ്രാവാക്യം കൊണ്ട് നേരിട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടല്ല, മുദ്രാവാക്യം വൈകാരികമായി ഏറ്റുവിളിച്ചതേ ഉള്ളൂ എന്നാണ് ചിന്ത പറയുന്നത്. എന്നെ അങ്ങ് ആക്രമിക്കുകയാണത്രേ. വായിൽ പഴവും ഉണ്ടംപൊരിയും തിരികെ വെച്ച് കുറേ കമ്മ്യൂണി സാഹിത്യകാരികളും ഒതളങ്ങ കവികളും ജനാധിപത്യ മഹിളാമണികളും ഇവിടെയുണ്ട്. അവർക്കൊന്നും ഇതിൽ ഖേദമില്ല. നവകേരളം ഇങ്ങനെ ചിന്താമണിയുടെ സാംസ്കാരിക കൊല കൊണ്ട് രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ്. സഖാവ് ദൈവത്തിന് ആരെയും നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും വിളിക്കാമെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള കാര്യം പറയാനുണ്ടോ? പ്രബന്ധം കോപ്പിയടിച്ച് ഡോക്ടറേറ്റ് നേടിയ ആളിൽ നിന്നും ഇതിനപ്പുറമുള്ള സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കരുത്. കൊടുങ്ങല്ലൂരെ കോമരങ്ങൾ പോലും ഭരണിക്ക് തെറിപ്പാട്ട് പാടൂ. ഇപ്പോൾ അവിടെയും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് അവരും പാടൂ. കാലം മാറിയെന്ന് അവരും തിരിച്ചറിഞ്ഞു. എന്തായാലും സകല കമ്മികളും ഒന്നടങ്ങ്. വീണ ജോർജിൻ്റെ ആടിയ കഴുത്ത് മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. ICUവിൽ കിടന്ന് സെൽഫികളോടും പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയായപ്പോൾ ആരും അറിയാതെ തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് ഒരാളെ ഡിസ്ചാർജ് ചെയ്യുന്ന അത്യപൂർവത ഇവിടെയുമുണ്ട്. ICUവിൽ നിന്നും ഇറങ്ങും മുമ്പ് ഒരു സ്കാനിങ് കൂടി വേണ്ടി വന്നു. കിടക്കുന്ന രോഗിയുടെ വായിലൂടെ കത്രിക തനിയെ നടന്ന് വയറ്റിലെത്തുന്ന കാലമാണിത്.
വീണയെപ്പറ്റി പറഞ്ഞ് ദുഃഖമണപൊട്ടിയ നിലയിൽ പ്രത്യക്ഷപ്പെട്ട ഗോവിന്ദനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഇതുപോലെ കോമഡിയും സെൻറ്റിമെൻറ്റ്സും ഒത്തിണങ്ങുന്ന ഒരു നടൻ. സെക്രട്ടറിയുടെ വിതുമ്പുന്ന മുഖം കണ്ടാൽ ആരാണ് തെരുവിലിറങ്ങാത്തത്? കരിങ്കൊടി വീശിയ KSUക്കാരെ തൂത്തുവാരാൻ 5 പോലീസിൻ്റെ ആവശ്യമേ വേണ്ടി വന്നുള്ളൂ. ഇടഞ്ഞ വീണയെ തളയ്ക്കാൻ 40 പോലീസുകാർ പണിപ്പെടേണ്ടി വന്നു. സ്റ്റാൻഡില്ലാത്തതിനാൽ വീണയ്ക്ക് ട്രിപ്പിട്ടത് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച ഡോക്ടറും കഴുത്തിലിടേണ്ട ബാൻഡ് വായിലിട്ടതുമെല്ലാം രസകരമായ ആശുപത്രി വിശേഷങ്ങളായിരുന്നു. നോക്കൂ, മാരകമായ കഴുത്തുവേദന വന്നിട്ടും അമേരിക്കയിലോ സ്വകാര്യത്തിലോ പോകാതെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു യാത്ര. എത്ര പെട്ടെന്ന് രോഗം മാറി. ചിന്തയുടെ മുദ്രാവാക്യത്തിൻ്റെ പ്രകമ്പനത്തിലാണ് വീണ പെട്ടെന്ന് കണ്ണു തുറന്നത്. ആട്ടെ, ചിന്ത ഇത്തവണ എവിടെയാണ് മത്സരിക്കുന്നത്? സീറ്റൊക്കെ ഓക്കെ ആയോ? അതോ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണോ തീരുമാനം? ഇനിയും ഇത്തരത്തിൽ പുരോഗമനാശയങ്ങൾ അടങ്ങിയതും കാവ്യാത്മകവും കാതിന് ഇമ്പം പകരുന്നതുമായ കവിതകൾ രചിക്കാനും അതിൽ PhD എടുക്കാനും ചിന്തയ്ക്ക് കഴിയട്ടെ. അച്ഛനില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരുത്തനുണ്ടല്ലോ ചേച്ചിയുടെ രാഷ്ട്രീയ സഹോദരനായി, ആർഷോ. വീണ ജോർജിനുള്ള വൈകാരിക പിന്തുണയാണല്ലോ ഈ തെറിയഭിഷേകം. അല്ല ഡോക്ടർ ചിന്തേ, ഈ വീണ ജോർജ് SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച കാലം എന്നായിരുന്നു. ചിന്തയേക്കാൾ വലിയൊരു DYFI നേതാവുണ്ടായിരുന്നു പണ്ടിവിടെ. ഗ്രനേഡ് കൊണ്ട് കാല് തകർന്ന വിപ്ലവകാരി. ആ പാവം ഇപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങളുമായി എവിടെയോ കഴിയുന്നു. വാർത്ത വായിച്ചു കൊണ്ടിരുന്നയാൾ ചാനൽ പൂട്ടിയപ്പോൾ വന്നു കയറിയ വിപ്ലവകാരിയായി, MLA ആയി, മന്ത്രിയായി. മൂന്നാമതും മത്സരിക്കാൻ പോകുന്നു. ചിന്ത ഇങ്ങനെ ജിമിക്കിയും കോമഡിയും പൊതിച്ചോറും സെൽഫിയുമായി നടക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തെ വധശ്രമമാക്കി എത്രയോ ചെറുപ്പക്കാരെ ഈ സർക്കാർ വേട്ടയാടി. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് കരിങ്കൊടി കാട്ടിയ പ്രതിഷേധക്കാർ പ്രതിഷേധമെന്ന് 2 വാക്കേ പറഞ്ഞുള്ളൂ. അവരെ തീവ്രവാദികളാക്കി, മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാക്കി. ഞങ്ങൾക്കുണ്ടൊരു നേതൃത്വം എന്നാണല്ലോ തെറിപ്പാട്ട് സംഘം ഏറ്റുപാടിയത്. പണ്ട് VS സ്വരാജിനെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ? അച്ഛനും അമ്മയും വളർത്തുന്ന മക്കൾ പിതൃശൂന്യതയെപ്പറ്റി പറയില്ല എന്ന്. എന്തായാലും ചിന്തയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശുഭ്രനക്ഷത്രം ഉദിക്കുമെന്ന് തോന്നുന്നില്ല. വകതിരിവില്ലാത്ത ഒരു വർഗത്തെ നയിച്ചുകൊണ്ടു പോകുന്ന നേതാവ് ഓർക്കണം, അതിൻ്റെ ഉത്തരവാദിത്വവും തനിക്കുണ്ടെന്ന്. സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന ഒരാളും വിളിക്കില്ല കുട്ടി ഇത്തരം മുദ്രാവാക്യങ്ങൾ. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം തലോടുന്നതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം. സംസ്കാരത്തെപ്പറ്റിയും ലൈംഗിക സദാചാരത്തെപ്പറ്റിയും ധാർമ്മികതയെപ്പറ്റിയും ഒക്കെ സഖാക്കൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തൊരു കോരിത്തെരിപ്പാണെന്നോ. ഒരു മന്ത്രി പറഞ്ഞ കഴുത്തുളുക്കിൻ്റെ നുണക്കഥ കേട്ടപ്പോൾ ചാടി ഇറങ്ങിയിരിക്കുകയാണ്, ഹായ് കിട്ടിപ്പോയി എന്ന തരത്തിൽ. അരിയാഹാരം കഴിക്കുന്നവന് മാത്രമല്ല കുഴിമന്തി തിന്നുന്നവനും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന ചിന്ത ഈ വർഗത്തിന് മാത്രം ഇല്ലാതെ പോകുന്നു.